Welcome all of you, that is students, startup founders and common people. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ക്യാപിറ്റലിനെ കുറിച്ചുള്ളതാണ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഓണേഴ്സ് ക്യാപിറ്റൽ ഓർ ഇക്വിറ്റി. ക്യാപിറ്റലിൻ്റെ വേറൊരു പേരാണ് ഓണേഴ്സ് ക്യാപിറ്റൽ ഓർ ഇക്വിറ്റി. എക്സാമ്പിൾ, ഒരു വ്യക്തി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അയാൾ ബിസിനസ്സിലോട്ട് ഇറക്കുന്ന പണമാണ് ക്യാപിറ്റൽ. അവിടെ ആ ഓണറും ആ ബിസിനസ്സും രണ്ടായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓണറാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ബിസിനസ്സിലോട്ട് ക്യാഷ് വരുന്നു. ക്യാഷ് ബിസിനസ്സിലോട്ട് വരുന്നത് കൊണ്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അത് റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓണറുടെ മുതൽ മുടക്ക്, അതായത് ഓണേഴ്സ് ക്യാപിറ്റൽ, ഓണർ ആരാണോ അയാളുടെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അനു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000 എന്ന് പറഞ്ഞാൽ അനു ബിസിനസ്സിലോട്ട് 50,000 രൂപ ഇറക്കി. അവിടെ ബിസിനസ്സിൽ ക്യാഷ് വരുന്നത് കൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. അത് റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നുള്ള റൂള്. ക്രെഡിറ്റ് ദി ഗിവർ, അനു ആണ് പൈസ ബിസിനസ്സിലോട്ട് മുടക്കിയത്. അതുകൊണ്ട് മുതൽ മുടക്ക് അനുവിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നു. പൈസ അവിടെ പോവുകയാണ്, അനുവിന് പോവായതുകൊണ്ട് അനൂസ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എവരി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എന്ന് കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ ക്യാഷ് വന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. മുതൽ മുടക്ക് ബിസിനസ്സിലോട്ട് പോയതുകൊണ്ട് അതിനെ ക്യാപിറ്റലായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. 50,000 രൂപ ക്യാഷും 50,000 രൂപ അവിടുത്തെ മുതൽ മുടക്കായ ക്യാപിറ്റലും ആകുന്നു. വേറൊരു ഉദാഹരണം, എക്സാമ്പിൾ, ബിനു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹1 lakh ആൻഡ് ബിൽഡിംഗ് ₹1 lakh. ബിനു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട് 1,00,000 രൂപ കൊണ്ടുവരുന്നു. ബിൽഡിങ്ങും അയാൾക്കുണ്ട്, അതും 1,00,000 രൂപയുടെ ഉണ്ട്. അപ്പോൾ അയാളുടെ മൊത്തം മുതൽ മുടക്ക്, അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിലോട്ട് വന്ന ക്യാഷും ആ ബിൽഡിങ്ങും ടോട്ടൽ 2,00,000 രൂപ അവിടെ ക്യാപിറ്റലായിട്ട് വരുന്നു. വന്നതിനെ ഡെബിറ്റ് ചെയ്യണം, റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. ക്യാഷ് വന്നു, ബിൽഡിങ് വന്നു. കോമ്പൗണ്ട് എൻട്രി, ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് വരുന്നതിനെ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നു. ക്യാഷും ബിൽഡിങ്ങും ആ രണ്ടിൻ്റെയും കൂടെ തുക 2,00,000. ആ 2,00,000 രൂപയാണ് അയാളുടെ മുടക്ക് മുതൽ, അതായത് ക്യാപിറ്റൽ. അപ്പോൾ ബിനൂസ് ക്യാപിറ്റൽ 2,00,000 രൂപ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1,00,000, ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 1,00,000. 2,00,000 കൂടെ കൂട്ടി രണ്ടും കൂടെ ഒരുമിച്ച് ക്യാപിറ്റൽ, ബിനുവിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം 2,00,000 രൂപ. അവിടെ ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന റൂളാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുന്നു, സിലു സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh, ഫർണിച്ചർ ₹1 lakh, സ്റ്റോക്ക് ₹1 lakh. സിലു സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് 1,00,000 കൊണ്ടുവന്നു, ഫർണിച്ചർ എല്ലാം കൂടെ 1,00,000 ഉണ്ട്, സ്റ്റോക്ക് സാധനം 1,00,000. 3,00,000 രൂപയും കൊണ്ടാണ് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നത്. ബിസിനസ്സിൽ 3,00,000 രൂപ കിട്ടി. അപ്പോൾ വന്നതിനെ മൂന്നും ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, വന്നത് മൂന്നും ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് 1,00,000, ഫർണിച്ചർ 1,00,000, സ്റ്റോക്ക് 1,00,000. ആ ടോട്ടൽ എമൗണ്ട് 3,00,000 ആയിരിക്കും ആ സിലുവിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ സിലുവിന് അത് പോയതായതുകൊണ്ട് സിലുവിൻ്റെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ 3,00,000 രൂപ ആയിരിക്കും. അപ്പോൾ ഡെബിറ്റിലും 3,00,000 വന്നു, ക്രെഡിറ്റിലും 3,00,000 വന്നു. ഡെബിറ്റിൽ വന്നത് ക്യാഷ് ഡെറ്റർ, ഫർണിച്ചർ ഡെറ്റർ, സ്റ്റോക്ക് ഡെറ്റർ 1,00,000 വീതം 3,00,000. ആ ടോട്ടൽ 3,00,000 രൂപ അയാളുടെ ക്യാപിറ്റലിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ് വരണം. ഡെബിറ്റ് ടോട്ടൽ 3,00,000 വന്നു, ക്രെഡിറ്റും ടോട്ടൽ 3,00,000 വന്നു. നമ്മളൊരു ടാലി ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഏത് അണ്ടറിൽ വരും, ഏതുമായി ബന്ധപ്പെടുന്നതാണ്, ഏതിൻ്റെ കീഴിൽ വരുന്നു എന്ന് പറയും. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ തന്നെ, ക്യാഷ് അണ്ടർ ക്യാഷ് തന്നെ ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റലിന് 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. 50,000 രൂപയുടെ ഒരു എക്സാമ്പിൾ ക്യാഷ് മാത്രവും
1,00,000 രൂപയുടെ 2,00,000 രൂപയുടെ ഒരു എക്സാമ്പിൾ ക്യാഷും ബിൽഡിങ്ങും, 3,00,000 രൂപയുടെ ഒരു എക്സാമ്പിൾ ക്യാഷ്, ഫർണിച്ചർ, സ്റ്റോക്ക്. ഇങ്ങനെ 3 എന്തൊക്കെ ബിസിനസ്സിലോട്ട് വരുന്നോ അതെല്ലാം വരുന്നതിനെ മൊത്തം ഡെബിറ്റ് ചെയ്യണം. ആ വരുന്നതെല്ലാം കൂടെ കൂട്ടി ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വരും. അതായിരിക്കും ഒരു പ്രൊപ്പറേറ്ററുടെ അല്ലെ ഓണറുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം പുതുതായിട്ടൊരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്നവർക്കും ഈ ക്യാപിറ്റൽ എന്താണ്, ഈ മൂലധനം എന്താണ്, ഏതൊക്കെ ഈ മൂലധനത്തിൽ വരുന്നു, എന്തൊക്കെ കൊണ്ടുവന്നാലും അസറ്റായിട്ടുള്ള എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയെടുക്കുന്നതായിരിക്കും ആ ബിസിനസ്സുകാരൻ്റെ മൂലധനം, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുന്നവർക്കും, അതായത് കോമൺ പീപ്പിൾസിനും ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, മൂലധനം എന്ന് പറഞ്ഞാൽ എന്തോ, ക്യാഷ് ഏതെല്ലാം കൂടെ കൂടുന്നതാണ് ക്യാപിറ്റൽ എന്ന് ഈ പറഞ്ഞതിൽ കൂടി, ഈ മനസ്സിലാക്കി തന്നതിൽ കൂടി എല്ലാവർക്കും അത് മനസ്സിലാക്കി എളുപ്പാൻ ഈസിയാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എന്നാൽ എന്ത്, ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാകുന്നു, ക്യാപിറ്റലിന് എക്സാമ്പിൾ, ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അടുത്ത ഒരു പാട്ടുമായിട്ട്, ഒരു ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. എക്സ്പീരിയൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് അത് നമ്മുടെ മനസ്സിൽ കാണാതെ ഏതൊറക്കത്തിലും പറയത്തക്ക രീതിയിൽ ഇത് എല്ലാവരും പഠിച്ചിരിക്കണം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.